ഒറ്റയ്ക്കാണ് വന്നത്, സഖാവ് സാരിന് ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഇവിടെ കൂട്ടത്തോടെ വന്ന് ഞങ്ങളുടെ വോട്ടർമാരെല്ലാം കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഞങ്ങൾ ചോദിക്കാൻ പോയപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെ തൂക്കി പുറത്തിട്ടാണ് കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് മീഡിയസ് മുമ്പിൽ അഭിനയിക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? രാഹുലും ടീമും ഇവിടെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ രാഹുൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. മറ്റുള്ളവരുടെ വോട്ടർമാരെ ഡിസ്റ്റർബ് ചെയ്ത് സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ആരും വേണ്ട ഞങ്ങൾ പറയുന്നില്ല. ഡോക്ടർമാരെ വിളിച്ചിട്ട് ഞങ്ങളുടെ സഖാവിന്റെ മേത്ത് കൈവെക്കേണ്ട ആവശ്യമില്ല. വെല്ലുവിളിച്ചത് 23-ാം തീയതി കാണാതാണ്. ഞങ്ങൾക്ക് ഒരു വർഗീയവാദിന്റെ വോട്ടും വേണ്ട. ഞങ്ങൾ തോറ്റാൽ ഞങ്ങൾ അന്തസ്സോടെ ഇരിക്കും. ഒരു വർഗീയവാദിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. അവൻ ഇപ്പൊ വെല്ലുവിളിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചില്ല. പാലക്കാട് വെണ്ണക്കരയിൽ 48 നമ്പർ ബൂത്തിലാണ് ഈ തർക്കവും സംഘർഷവും ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി വോട്ട് ചെയ്യാൻ കാത്തിരുന്നവരോട് വോട്ട് ചോദിച്ചു, ബൂത്തിലെത്തി വോട്ട് ചോദിച്ചു എന്നതാണ് LDF-ഉം ഉയർത്തുന്ന ആക്ഷേപം. അതേ തുടർന്നാണ് അവിടെ ഒരു തർക്കവും സംഘർഷവും ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബൂത്തിൽ നിന്ന് അല്പം മുമ്പാണ് മടങ്ങിയത്. LDF NDA പ്രവർത്തകരും ഒരേപോലെ രാഹുലിനെതിരെ പ്രതിഷേധം ഉയർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. വോട്ടർമാരുടെ മുന്നിലേക്ക് ചിഹ്നം കാണിച്ചു, അത് കൈയുയർത്തി കാണിച്ചതാണ്. പക്ഷേ അത് ചിഹ്നം കാണിച്ചു എന്നതാണ് LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ഈ ബൂത്തിനകത്ത് കയറി അങ്ങനെ കൈ കാണിക്കുന്നത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. വലിയ തർക്കമാണ് അവിടെ പോലീസുമായും അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ഉണ്ടായത്. അതിനിടയിൽ LDF പ്രവർത്തകനെ മർദ്ദിച്ചു എന്ന ആക്ഷേപം കൂടി ഇപ്പോൾ ആ പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. നിഖിൽ പ്രമേഷ് അവിടെ നിന്ന് ചേരുന്നു. നിഖിൽ, ഈ സംഘർഷ സാഹചര്യത്തിനും തർക്കത്തിനും ഒന്നും ഒരയവില്ല. ഇപ്പോഴും വലിയ പ്രകോപനത്തിലാണല്ലോ ഈ LDF പ്രവർത്തകർ അവിടെ. ഏതാനും ഒരു മണിക്കൂറിൽ താഴെ മാത്രമാണ് സമയമുള്ളത്. ഈ സമയം അത്രയും പരമാവധി വോട്ടുകൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവിടെ സരിൻ വന്ന സമയത്ത്, അതായത് LDF സ്ഥാനാർത്ഥി ഇവിടേക്ക് കടന്നു വന്ന സമയത്ത് പോട്ടെ, നിങ്ങൾക്ക് അത്ര ഇതുണ്ട ഒരു വേണ്ട.